ഹായ് ഗായ്സ്, ഡേ 5 ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. ഇത്രയും ദിവസത്തിൽ നിന്ന് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എന്ന്. ഒരുപാട് മടിയൊക്കെ ആയിട്ടായിരുന്നു നീച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ എണീച്ചു. പക്ഷേ നേരത്തെ ഒന്നും എണീച്ചില്ല, കുറച്ച് നേരം വൈകിട്ടാണ്. പക്ഷേ യോഗയൊക്കെ ചെയ്തു. ഇന്ന് ത്രൂ ഔട്ട് വെള്ളം കൂടി തന്നെയായിരുന്നു. ഇത് നമ്മളെ കൂവ കലക്കിയ വെള്ളം, അതായത് കൂവ നമ്മൾ കുറുക്ക് പോലെ ആക്കും. പക്ഷെ ഞാനത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളം പോലെ ആക്കിയിട്ട് അത് തന്നെയായിരുന്നു വൈകുന്നേരം വരെ കുടിച്ചുകൊണ്ടിരുന്നത്. ഫുഡൊന്നും കഴിക്കാൻ യാതൊരു തരത്തിലുള്ള മൂഡും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് വെള്ളം 4 ലിറ്റർ കുടിക്കണം എന്നുള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പച്ചവെള്ളം കുടിക്കുമ്പോൾ കുറച്ചൊരു വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, മോർണിംഗ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെയാണ് പിക്ചേഴ്സൊന്നും കാണാത്തത്. ആൻഡ് ഈവനിങ് ആയ സമയത്ത് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തുകൊണ്ട് ഓരോന്ന് ചെയ്തു, സൂംബ ചെയ്തു. പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിനെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോങ് ഒരുപാട് എന്നെ ഹെൽപ്ഫുൾ ചെയ്യാറുണ്ട്. സോ സോങ്ങൊക്കെ വെച്ച് കുറേ സൂംബ ചെയ്തു. ഇത് ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങേൻ്റെ ഇല, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ അറിയില്ല, എനിക്ക് ഈ മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഒന്ന് ഉള്ളി ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു സമയം എത്ര സമയം പോവല്ലോ, അപ്പോൾ കുറച്ചൊരു സുഖമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഇതായിരുന്നു ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗോതമ്പുണ്ടല്ലേ, അപ്പോൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കി, പിന്നെ നമ്മളെ വാഴക്കേൻ്റെ ഉപ്പേരിയും വാഴക്കേൻ്റെ ഉള്ളിലത്തെ ഒരു വെള്ള ട്യൂബ് പോലത്തെ സംഭവത്തിൻ്റെ ഉപ്പേരിയായിരുന്നു. പിന്നെ ബുക്കൊക്കെ വായിച്ചു. അങ്ങനെ ഡേ എൻഡായി. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. എല്ലാവർക്കും എല്ലാ ദിവസവും നല്ലതായിരിക്കില്ല, പക്ഷേ എന്നെ തന്നെ ഞാൻ പുഷ് ചെയ്തു.